രാജ്യസഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി പ്രസംഗം ബഹിഷ്കരിച്ച പ്രതിപക്ഷത്തിനൊപ്പം ചേർന്ന് ബിജെഡിയും. ഒരു കാലത്ത് രാജ്യസഭയിൽ നിന്ന് നിരവധി വിവാദ ബില്ലുകൾ പാസാക്കാൻ എൻഡിഎയെ സഹായിച്ച കക്ഷിയാണ് ബിജെഡി. രാജ്യസഭയിൽ ബിജെഡി, YSRCP തുടങ്ങിയ കക്ഷികളുടെ ബലത്തിലായിരുന്നു ഒന്നും രണ്ടും മോദി സർക്കാരുകൾ പല വിവാദ ബില്ലുകളും പാസാക്കിയിരുന്നത്. ബിജെപിക്കെതിരെ വിശാല പ്രതിപക്ഷ ഐക്യമായ ഇന്ത്യ രൂപീകരിക്കുമ്പോഴും ഈ കക്ഷികൾ സഹകരിച്ചിരുന്നില്ല. NDA ഇതര UPA ഇതര കക്ഷികളായി തുടരുകയായിരുന്നു ബിജെഡിയും YSRCPയും ചെയ്തിരുന്നത്. എങ്കിലും രാജ്യസഭയിൽ ആവശ്യഘട്ടങ്ങളിൽ എല്ലാം ബിജെപിയുടെ സഹായത്തിനെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ സ്ഥിതി മാറി. ഒഡീഷയിൽ നവീൻ പട്നായിക്കിന്റെ നേതൃത്വത്തിലുള്ള ബിജെഡി സർക്കാരിന്റെ തുടർഭരണത്തിന് അന്ത്യം കുറിക്കുകയായിരുന്നു ബിജെപി. കൂടാതെ ലോക്സഭയിലേക്ക് ബിജെഡിക്ക് ഒരു MPമാരെ പോലും അയക്കാനുമായില്ല. ആന്ധ്രയിലെ YSRCPയുടെ തുടർഭരണത്തിന് അന്ത്യം കുറിച്ചത് TDP, ജനസേന, BJP കൂട്ടുകെട്ടാണ്. എങ്കിലും സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ YSRCP BJP സ്ഥാനാർത്ഥിയെ പിന്തുണച്ചിരുന്നു. എന്നാൽ നിലവിൽ പാർലമെന്റിൽ രാജ്യസഭയിൽ മാത്രം സാന്നിധ്യമുള്ള BJP വിരുദ്ധ പക്ഷത്തായിരിക്കും എന്ന വ്യക്തമായ സൂചനയാണ് ആദ്യ സമ്മേളനത്തിൽ തന്നെ നൽകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടിക്കിടെ പാർട്ടിയുടെ 9 MPമാരും പ്രതിപക്ഷത്തിന്റെ വാക്കൌട്ടിനൊപ്പം ചേരുകയായിരുന്നു. മുൻ UPA അധ്യക്ഷ സോണിയാഗാന്ധിക്കെതിരെ പ്രധാനമന്ത്രി നടത്തിയ പരാമർശമാണ് പ്രതിപക്ഷ വാക്കൌട്ടിന് കാരണമായത്. ഓട്ടോ പൈലറ്റിലും റിമോട്ട് പൈലറ്റിലും സർക്കാർ പ്രവർത്തിപ്പിക്കാൻ ചിലർക്ക് അറിയാമെന്നും അവർക്ക് ജോലിയൊന്നും ചെയ്യാതെ എങ്ങനെ കാത്തിരിക്കണമെന്ന് നന്നായി അറിയാമെന്നുമായിരുന്നു മോദിയുടെ പരാമർശം. പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ MPമാർ രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധർഖറിനോട് ഇടപെടാൻ അനുമതി അഭ്യർത്ഥിച്ചെങ്കിലും അംഗീകരിച്ചിരുന്നില്ല. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കി 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലായി വിഭജിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം, തീവ്രവാദ വിരുദ്ധ നിയമമായ UAPA, വിവരാവകാശ നിയമം, ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർക്ക് തലസ്ഥാനത്തെ ഉദ്യോഗസ്ഥരുടെ മേൽ പൂർണ്ണ നിയന്ത്രണം നൽകുന്ന നിയമം എന്നിവയുടെ ഭേദഗതികളാണ് BJP സർക്കാരിന് BJDയുടെ പിന്തുണ ലഭിച്ചിരുന്നത്. ഇക്കാലം അത്രയും BJPയിൽ നിന്ന് കോൺഗ്രസിൽ നിന്നും തങ്ങൾ തുല്യ അകലത്തിലാണെന്നും വിഷയാടിസ്ഥാനത്തിലുള്ള പിന്തുണ മാത്രമാണ് കേന്ദ്രത്തിന് നൽകുന്നതെന്നും BJD വാദിച്ചിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ BJDയുടെ 9 രാജ്യസഭാ MPമാരോടും ഊർജ്ജസ്വലവും ശക്തവുമായ പ്രതിപക്ഷമായി ഉയർന്നുവരാൻ പട്നായിക് ആവശ്യപ്പെടുകയായിരുന്നു. ഒഡീഷയുടെ താൽപര്യങ്ങൾ കേന്ദ്രം അവഗണിച്ചാൽ പാർട്ടി MPമാർ പ്രക്ഷോഭം നടത്താൻ തീരുമാനിച്ചതായി ഉപരിസഭയുടെ BJD നേതാവ് സസ്മിത് പത്ര പറഞ്ഞു. BJD MPമാർ ഇത്തവണ പ്രശ്നങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല. കേന്ദ്രത്തിലെ BJP നേതൃത്വത്തിലുള്ള സർക്കാർ ഒഡീഷയുടെ താൽപര്യങ്ങൾ അവഗണിക്കുകയാണെങ്കിൽ പ്രക്ഷോഭം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഇനി BJPക്ക് പിന്തുണയില്ല, പ്രതിപക്ഷം മാത്രം. ഒഡീഷയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ തങ്ങൾ ഏതറ്റം വരെയും പോകുമെന്നും ഒഡീഷയുടെ യഥാർത്ഥ ആവശ്യങ്ങൾ BJP സർക്കാർ അവഗണിക്കുന്നത് തുടരുകയാണെങ്കിൽ ശക്തവും ഊർജ്ജസ്വലവുമായ പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ പ്രസിഡന്റ് തങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും പത്ര PTIയോട് പറഞ്ഞു.